വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഒരു ചെറിയ വലിയ കാര്യത്തിനാണ് വന്നിരിക്കുന്നത്. എൻ്റെ ജിമ്മിൽ കുറേയേറെ വെയിറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്കത് തികയാതെ വരും ചില എക്സസൈസിന് മാത്രം. ഇപ്പോൾ ഒരു ഷോൾഡർ വർക്കൗട്ടിന് വേണ്ടി വെയിറ്റ് കുറവായിട്ട് ഫീൽ ആകുന്നതുകൊണ്ട് ഞാൻ ബാങ്കിൽ വന്നിരിക്കുക കുറച്ച് വെയിറ്റ് എടുക്കാൻ വേണ്ടി, അല്ലേ? യെസ്, ജിമ്മിൽ വെയിറ്റ് കുറവാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് എടുക്കാം. ബാങ്കിൽ ഇത്ര വെയിറ്റ് വെച്ചിരിക്കണം, നമുക്ക് കുറച്ച് എടുത്താൽ പോരെ. ബാങ്കിനകത്ത് ഫുള്ള് നിറച്ചിട്ട് നമ്മൾ വെയിറ്റ് എടുത്തുകൊണ്ട് വരാൻ പോവുക. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ഇറങ്ങാം. നമ്മുടെ ബാങ്ക് അവിടെ കിടക്കുന്നത് SBI റാസ്മെക്. തൽക്കാലം നമ്മൾ കുറച്ച് വെയിറ്റ് ഇപ്പോൾ എടുക്കും, അത് തികയോ ഇല്ലെന്ന് നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഒന്ന് എടുക്കാം. നമുക്ക് വെയിറ്റ് കിട്ടി, പക്ഷേ ആ കൊണ്ടുവന്ന ബാഗ് കുറച്ച് ചെറുതായിപ്പോയിടാ, വലുതായിപ്പോയാ. വെയിറ്റ് ഇതേ കൊണ്ടുവന്ന് ചേട്ടൻ ഇവിടുന്ന് കൊണ്ടുവന്ന്, ഇവൻ ഇവിടുന്ന് കൊണ്ടുവന്നു. എടാ വെയിറ്റ് ഉണ്ടോടാ അതിന്? നടന്നോ കാണാൻ കൊള്ളാം. എത്ര രൂപ വേണ്ടെന്ന് ഗസ് ചെയ്യൂ. കള്ള നോട്ട് അല്ല, ഫേക്ക് നോട്ടാണെന്ന് ആൾക്കാർക്ക് വിചാരിക്കും. ഇതിന്റെ വെയിറ്റ് അത്രയ്ക്ക് ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കൂട്ടാം. വേണ്ടാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കട്ടെ വെയിറ്റ് കറക്റ്റായിട്ട് ഉണ്ടായില്ലെന്ന്. ആൾക്കാരുടെ മുമ്പ് ഇങ്ങനെ ഫേക്ക് നോട്ട് കാണിക്കുന്ന നാളെ ഇല്ലേ എനിക്ക്? ആൾക്കാരെ പറ്റിക്കുന്നു. ക്ഷീണിച്ച് വിയർത്ത് ഈ നോട്ട് വെച്ച് ഇനി പോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. കുറച്ച് ആവശ്യത്തിനും അധികം വെയിറ്റ് ഉണ്ട്. ആൾക്കാർ കണ്ടിട്ട് ചിരിക്കുന്നു കേട്ടോ. ആൾക്കാർക്ക് തോന്നത്ത പോലും ഇല്ലെന്ന് പൈസ ആയിരിക്കും. ഇത് ബുദ്ധിമുട്ടായിരിക്കും, ഇതൊന്നും പോകത്തൊന്നും ഇല്ല. ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. വാല് കാണിക്കുന്നില്ല, നിങ്ങൾ ഗസ് ചെയ്യും. മൈസൂരിൽ നിന്ന് സാധനം അത്. ഇത് വെച്ച് നമുക്ക് കുറേയേറെ ചെയ്യാറുണ്ട്. നമുക്ക് ആദ്യമേ അമ്മേനെ സർപ്രൈസ് ചെയ്യാം. ബോയ്സ്, അപ്പം നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയോടെ ഉണ്ട്. അമ്മേനെ പേടിപ്പിക്കാൻ അമ്മ ഞെട്ടാൻ ചാൻസ് കുറവാണ്. ഇതൊന്നും ഒന്നുമല്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ കളിക്കാൻ പറ്റുമോ? എല്ലാരെയും കാണിക്കണ്ട അല്ലേ? അമ്മേനൊന്ന് വിളിക്കട്ടെ, ഇങ്ങോട്ട് വിളിക്കാം. അല്ലല്ല, അപ്പൊ പിന്നെ കയ്യിലോട്ട് കൊടുത്തു നോക്കാതെ. അമ്മ ജിമ്മിൽ പോണതല്ലേ, എന്നിട്ട് പറയാം പൊക്കാൻ പറ്റുമോ നോക്കാം. ഇത് പിടിച്ചോണ്ട് ഇറങ്ങാൻ വെളിയിലോട്ട് വിളിക്ക്. അമ്മേനെ കൊണ്ട് പൊങ്ങുമല്ലേ നോക്കാം. ഇത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം. പട്ടി പണിയെടുപ്പിക്കുകയാണോ? അമ്മ പോലെ ഇങ്ങോട്ട് വന്നേ എടുത്തോ. ഇത് അമ്മക്ക്, ഇത് അമ്മ ജിമ്മിൽ പോണല്ലേ, ഇത് പൊക്കി നോക്കിയേ. അമ്മ പൊക്കുവാണെങ്കിൽ നമ്മള് ഇനി വെളിയിൽ പോയി നോക്കും. അമ്മ പൊക്ക് നോക്കട്ടെ. അമ്മ ജിമ്മിൽ പോണല്ലേ? പൊക്ക്. ഇത് വലിയ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പറയൂ. താഴെ വീഴല്ലേ, അതവിടെ കൊണ്ടുപോണ്. അമ്മ കൊണ്ടുപോയില്ലേ, അത് ഞങ്ങളുടെയാണ്. അമ്മതേ കൊണ്ടുപോയി അകത്ത് കൂട്ടി വെച്ച് കേട്ടോ. അവിടെ കൊണ്ടിട്ട് കൊള്ളാം. പോയി. ഇതെന്ത് എന്താണ് സൈഡിൽ വെച്ചിട്ട് വെറുതെ ബാക്കിയുള്ള വീട്ടുവേല നോക്കുന്ന? ആണാ എന്തോ എന്താ ഇങ്ങനെ ജോലി എടുപ്പിക്കുന്ന? ഒരു പെണ്ണ് കെട്ടമ്പി അങ്ങോട്ട്, പെണ്ണ് കെട്ടിട്ട് എനിക്കൊന്നും പെണ്ണ് കെട്ടിട്ട് ജോലി വരാനാണോ? ജോലിക്കാണോ പെണ്ണ് വരുന്നത്? അല്ല പിന്നെ എംപിക്ക് വേണ്ട ജോലികൾ ചെയ്യണ്ട അല്ലേ? ഇത് ഫെമിനിസ്റ്റിന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അച്ഛൻ കുറെ കിടന്നിട്ട് എന്തോക്കെ പറഞ്ഞപ്പോ ഞാൻ എന്ത് പറയുന്നത് അറിയാവാ? പെണ്ണും വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ ഞായറാഴ്ചത്തേക്ക് പോകാൻ പെണ്ണും വീട്ടിലോട്ടില്ലേ. പെണ്ണ് കാണാൻ പോവാ. പിന്നെന്താ മാട്രിമോണി കൊടുക്കണ? മാട്രിമോണി ഉണ്ടാക്കണ്ട നിങ്ങൾ. അത് എന്ത് ജോലി എനിക്ക് വയ്യ, ഞാനിവിടുന്ന് പോലും ഇറങ്ങി പോവാ. അപ്പൊ നമ്മളോട് പോയി നമ്മള് ഓൾ ഇന്ത്യ വേണ്ടല്ലേ, ഇന്ത്യ അറിയുന്ന ഒരാളായി. വിട്ടിട്ടുണ്ടല്ലോ, ഇവിടെയും ജോലി എടുക്കണം അവിടെയും ജോലി എടുക്കണം. ഇവിടെയും ജോലി എടുക്കണം അവിടെ പോയി ജോലി എടുക്കണം. 5 മണിക്ക് ചപ്പാത്തി മുട്ട, 5 മണി രാവിലെ എണീക്കുക, തിന്നുക, അവിടെ കയറി ഇരിക്കുക രണ്ടുപേരും. പക്ഷെ അത് ഒറ്റ വെയിറ്റിലല്ലേടാ. ഇത് ഷോൾഡർ പ്രസ് 2 കൈയിലോട്ട് പൊക്കത്തോട്ട് വെച്ചിട്ടടി. പൊക്കു. പോകുന്നുണ്ടാ? കോലം ചിരിപ്പിച്ചാ വർക്കൗട്ട് ചെയ്യുന്നവരെ കൊണ്ട് ചിരിപ്പിക്കുവാടാ. ആയി നമുക്ക് നോക്കാം ഞാൻ എത്ര വെയിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ വെയിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം എത്ര കറക്റ്റ് കാൽക്കുലേറ്റഡ് ഗസ്റ്റ് അടിക്കും. നോക്കുന്നതിന് മുമ്പ് ഗസ്റ്റ് അടിക്കും. എന്റെ വെയിറ്റ് ആണ് 94.7. പൈസയുടെ വെയിറ്റ് നോക്കാം. 114.4. അപ്പൊ പിന്നെ നിന്റെ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 94 104 എന്ന് പറയുമ്പോൾ 10 10 6 16 17 കിലോ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട്. അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നാളെയും വീഡിയോസ് കുറച്ചുണ്ട്, മറ്റന്നാളും വീഡിയോസ് കുറച്ചുണ്ട്.
തൽക്കാലം ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റേണ്ടി വരും. ഊരി വരുന്നതാ കീറിയിടാ താഴത്തുനിന്ന്. അവിടെ നിന്ന് ആരാ വരുന്നതെന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. ഫുഡ് റെഡി ആയിട്ടില്ലെന്ന് അറിയുമ്പോൾ കലിപ്പായിരിക്കും. അച്ഛൻ്റെ ചോദിക്കാൻ അച്ഛനെ വെയിറ്റ് പൊക്കാൻ പറ്റൂല്ലെന്ന്. അല്ല പറയണ്ട എന്തുണ്ടെന്ന് പറയാതെ കൊണ്ടുപോ. അച്ഛൻ ഒരു 17 കിലോ ഉണ്ട്. 17 കിലോ വെയിറ്റ് പൊക്കാം അച്ഛന്. 17 കിലോ തലയുടെ പൊക്കത്ത്. 50 കിലോ അകത്തിരിപ്പുണ്ട് കേട്ടോ വെയിറ്റ്. അച്ഛടെ നിക്കി അവിടെ നിക്കി. ബൈസെപ്സ് അടിച്ചോ? പൊക്കത്തോട്ട് വെക്കണം. അച്ഛൻ ജിമ്മിൽ പോവെന്നാണ് പറയുന്നത്. അച്ഛനെ പൈസ കൊണ്ട് ജിമ്മിൽ സിസ്റ്ററാക്കാം. 10 പ്രാവശ്യം ചെയ്ത് പുറകിരുന്ന് പറയുക. അച്ഛന്റെ പട്ടാളത്തിലെ പണിഷ്മെന്റ് ഓർമ്മ വരുന്നുണ്ട് അച്ഛന്. ഈ റൈഫിളും പൊക്കി ഓടിപ്പിക്കുമായിരുന്നു. ഈ പണിഷ്മെന്റ് അച്ഛന് പോരാ, കിട്ടിയത് കുറഞ്ഞു പോയത് അച്ഛൻ പണിഷ്മെന്റ് മതിയാ. അത് വെച്ചോ. നോട്ടാണല്ലോ ഐശ്വര്യമായിട്ട്. ഇൻകം ടാക്സുകാർ വീട്ടിൽ വരും കേട്ടോ. വരട്ടെന്ന് ആരെ മോട്ടിച്ചൊന്നും അല്ലേ, പിടിച്ചു പറിച്ചതും അല്ലല്ലേ. നമ്മളാരെയും മോടിച്ചിട്ടില്ലേ, നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം. അതിനുള്ള പ്രൂഫും വേണം. ഇവിടെ ഇപ്പം 10 ലക്ഷം രൂപ കിട്ടിയെന്നും പറഞ്ഞ് ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തന്നെ 7 ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷമുണ്ട്. 12 ലക്ഷം വരെ ഇപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കണ്ട. പിന്നെ എന്ത് വേണം, ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ഇത് ധാരാളം ഓർമ്മയുണ്ടോ നോക്കിയേ. ഡെപ്പോസ്റ്റാർ കണ്ടില്ലായിരുന്നോ? എടാ ഇവന്മാർ പറയുന്ന കട ഏതാ നോക്കിക്കടാ. മോഹൻ തന്നെ മറക്കുന്ന നീ വീഡിയോക്കകത്ത് വരികയും ചെയ്യുന്നു. മോഹൻ മറിച്ച് തരത്തില്ലേ ഇടേ? ഡെപ്പോസ്റ്റാർ മേടിക്കാനാ, മറ്റേ കറക്കുന്ന സാധനം. മറ്റേ കറക്കുന്ന സാധനം കണ്ട അമ്മമാർക്ക് വേണ്ട. അപ്പം ഞാൻ പൈസയൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മിസ്റ്റർ ബീസ്റ്റ് ഇൻസ്പയർഡ് ഒരു വീഡിയോയുടെ കുറച്ച് ഷോർട്സ് ഇവിടെ ചെയ്യാൻ പോകുക. ഈ റോഡ് കണ്ട. ഞാനും കേരളത്തിലെ മിസ്റ്റർ ബീസ്റ്റ് ആണെന്നല്ലേ? കേരളത്തിലെ മിസ്റ്റർ ബീസ്റ്റ് ആണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല. ഞാൻ പ്രഖ്യാപിക്കേണ്ട, ആൾക്കാരെല്ലാരും പറയുന്നുണ്ട്. കമന്റ് കണ്ടിട്ടില്ലേ? കമന്റിൽ അത് മാത്രമല്ലേ ഉള്ളൂ. ഒരു പയ്യൻ വണ്ടിയായിട്ട് വരും, എന്നാലേ നമുക്ക് ഈ ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബോയ്സ്, ആ പിള്ളേർക്ക് ഇതേ ആ കറങ്ങുന്ന സാധനം വേണമായിരുന്നു. നീണ്ടു കിടക്കുന്നു. ഇത് തന്നെ. എത്ര ഇത്? ഇത് 1200. അത് 850. ഇത് കറങ്ങാൻ പറ്റുന്ന ഒന്നുമില്ല എന്നെ കൊണ്ട്. ഇതിന് 1750 ഞാൻ മേടിച്ച്. വെറുതെ അവന്മാർ എന്റെ പുറകെ കിടന്നത് ഇത് മേടിക്കണമെന്നും പറഞ്ഞു. 1750 രൂപ ഒരു തുണിക്ക്. ഇത് കണ്ട കാറിന്റെ ഓൾമോസ്റ്റ് ഫുൾ വില ബാക്ക് സീറ്റിൽ തന്നെ കിടപ്പുണ്ട്. വോയിസ് നമ്മുടെ ഡപ്പോ സ്റ്റാർ ഞാൻ മേടിച്ച് കാണും. എന്ത് തോന്നുന്നു? മേടിച്ച് കാണും. കറക്റ്റ് സമയം അറിയാം ഞാൻ വീട്ടിലെത്തുമ്പോ. നീ എന്താ അവിടെ മതിലിൽ എത്തി നോക്കുന്ന? കറക്കം അറിയാവോ? കറക്കല തരത്തുള്ളൂ. റീലുണ്ടാക്കി എൻ്റെ ഹാംസ്ട്രിങ് വലിഞ്ഞെന്ന് തോന്നുന്നു. നീ കറക്കുക, എന്നിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെക്കുക. അവനറിയാം കേട്ടാ. ഇതെന്താണ് ഫുൾ സ്ക്രീനിൽ കാണാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഫാസ്റ്റ് ആണല്ലേ ഇവൻ. ഓക്കെ ഇത്രയൊക്കെ മതി, എടുത്തോ. പോയിട്ട് വരാന്നാ. ഇത്ര കിടന്ന് ഡീലിങ്സ് തീർന്നല്ലേ? ഞാൻ കൂടിയതാണ് മേടിച്ചത് നിനക്ക് കൂടുതൽ സർക്കിള്. ശരി ബൈ ബോയ്സ്. അപ്പം ഞാൻ ജിമ്മിൽ നിന്ന് വരുന്ന വഴിക്ക് എനിക്ക് 4-5 പിള്ളേരെന്നെ കണ്ട്. അവർക്ക് ഒരു ത്രിഫ്റ്റ് ഷോപ്പ് നടത്തുന്നുണ്ട്, ഡ്രസ്സ് വിൽക്കുന്നുണ്ട് ഓൺലൈൻ. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു 1500-1200 രൂപയുടെ ആവശ്യമുണ്ട്. ഞാൻ ഓൾറെഡി കുറേ 1000 വെച്ച് കുറേ പേർക്ക് കൊടുത്ത്. ഇതൊരു ഫൈനൽ ലാസ്റ്റ്. അമ്മമാരിപ്പോൾ അവിടെ നിന്ന് വരും. വേണ്ട അമ്മമാർ വാ പെട്ടെന്ന് വാ. എനിക്ക് വേറെ കുറെ പണിയുള്ളതാ. പറയും വ്ലോഗിൽ പറയും എന്താണ് ചെയ്യാൻ പോകുന്നത്. നീ എന്നെ വീഡിയോ എടുക്കുന്നത്? ഇത് കൊള്ളാല്ലോ. പറ എന്തിനാന്ന് പറ. പെട്ടെന്ന് ചെറുതാക്കി പറ. ഓൺലൈൻ സ്റ്റോർ. പിന്നെ മുമ്പിൽ നീ പെട്ടെന്ന് പറ. ത്രിഫ്റ്റ് ഷോപ്പ്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന സർപ്ലസ് മോഡൽ ടീഷർട്ടാണ്. അതിനായിട്ട് ഞങ്ങൾക്ക് കണ്ടെങ്കിൽ ചെറിയൊരു സഹായത്തിനാണ് വന്നത്. അല്ലാതെ വലിയ എമൗണ്ട് അല്ല, ചെറിയൊരു എമൗണ്ട്. എത്ര? ഒരു 1500. 1200 തരാൻ നോക്കാൻ ഞാൻ. 1200. ബാക്കി നീ ഒപ്പിക്കേണ്ടി വരും. അത് നീ കാണിക്കുന്നതാണ്. എന്തായാലും പ്രൂഫ് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തില്ല. ഞങ്ങൾ എന്തായാലും അണ്ണൻ വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് എടുക്കാം. പോയി ഇവിടെ അടുത്ത് തന്നെ. അണ്ണനെ ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഇൻസ്റ്റാ കാണിക്കും. ത്രിഫ്റ്റ് ഒറിജിൻസ്. ഞാനിവരോട് പറഞ്ഞു പേരൻസ് ഒന്നും വഴക്ക് പറയത്തില്ലല്ലോ. അറിയാം. കൈയൊക്കെ തരുവാണല്ലോ. എന്നാലും സെറ്റ് ആയാലും ഇനി പെട്ടെന്ന് ഷോപ്പ് തുടങ്ങ്. ബൈ ബൈ. ഷോപ്പ് തുടങ്ങണം, വെളിയും കാണിയും വേണം കേട്ടാ. ഒരു പെനി എന്റെ സൈസ് ഉണ്ടാ? എന്റെ XXL ഒന്നുമല്ല, XL 42-44 ബോയ്സ്. നമ്മൾ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ചേറെ പൈസ വീഡിയോ വരാൻ പോകുന്നു.
അപ്പൊ എന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം വിലയുള്ള ഒരു ഡംബിൾ കാണാം ഇവിടെ. അത് പൊക്കുന്നതിന് പൈസ കൊടുക്കാൻ പോകുന്നു. അത് ഫുള്ളായിട്ട് കൊടുക്കത്തില്ല, അതിനുള്ള റേഞ്ച് നമ്മൾ എത്തിയിട്ടില്ല. എന്തെങ്കിലും എത്തിക്കാൻ നമ്മൾ ഫുള്ളായിട്ട് മണി കൊടുക്കും. എനിക്ക് പൈസക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെ ഇത്ര നല്ലതായിട്ട് കാണുമല്ലേ. എന്തായാലും നമ്മൾ അക്ഷയനെ വിളിക്കാൻ വേണ്ടി, ക്യാമറമാനെ വിളിക്കാൻ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. അക്ഷയനെ വിളിച്ചിട്ട് ട്രെയിനർ വരും, ബീച്ച് ചെയ്യണം, ബീച്ചിൽ പെർമിഷൻ എടുക്കണം. അതിന് ഞാൻ ഓൾറെഡി തിരക്കി. 3 മണിക്കൂർ ചെയ്യുന്നതിന് 5200 രൂപ കൊടുക്കണം ഞാനവിടെ റെക്കോർഡ് ചെയ്യുന്നതിന്, ക്യാമറ വെച്ച്. ഫോൺ വെച്ച് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം പോലീസുകാർ വന്ന് ഇടയ്ക്ക് ഇതാക്കിയതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഈ പൈസ കൊടുക്കേണ്ടി വരും. ഫ്രീ ആയ പബ്ലിക് ബീച്ചിന് ഞാൻ എന്തിനു പൈസ കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഗവൺമെന്റ് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ എന്നാലും അക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചിലവരിനി പറയായിരിക്കും ബീച്ചിൽ നമ്മൾ വൃത്തിയൊക്കെ ആക്കാൻ അതിനൊക്കെ പൈസ വേണം, അതിന് ടാക്സ് ഓൾറെഡി പോകുന്നത് ഒക്കെ. നമ്മൾ മെയിൻ കട്ടനിലോട്ട് പോട്ടെ, എന്തായാലും പൈസ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടും. അപ്പോൾ ഇതും പൊട്ടും. അക്ഷയ് വന്നു. എന്താ നീ ബാങ്ക് കൊള്ളടിച്ച? ഇല്ല, ഇത് ഡംബിൾ അടിക്കാനാ. ഡംബിൾ അടുപ്പിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഡംബിൾ അടുപ്പിക്കാനാ. പൈസയാണ് നമ്മളിപ്പോ ഡംബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാബാ കേറ്. വെറൈറ്റി കണ്ടന്റ്സ് ഡേ ബൈ ഡേ എന്ത് ചെയ്യാൻ. നാളെ എറണാകുളം പോകാണ്ട്. അപ്പൊ ഡംബിളിന്റെ ഒക്കെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പോയെന്ന് നിങ്ങൾക്ക് മെയിൻ ചാനലിൽ കാണാൻ പറ്റും. അതല്ലാതെ നാളെയോ മറ്റന്നാളെ എറണാകുളത്ത് എനിക്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൗണ്ടിങ് ചാലഞ്ച് ഇൻ കേരള ചെയ്യാൻ പോവുകയാണ് ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവിൽ. അതിന് കുറേ കിടന്ന് ആൾക്കാർ ഇപ്പം എണ്ണുന്നുണ്ട്. അപ്പം പിന്നെ കുറച്ച് ഏറെ എണ്ണിക്കോട്ടെ എന്നുള്ള രീതിയിൽ ബിഗ്ഗസ്റ്റ് കൗണ്ടിങ് ചാലഞ്ച് വരുന്നതാണ്. നാളെ മറ്റന്നാളെ ചെയ്യാം. ഇതെല്ലാം ബണ്ടിലിൽ കിടക്കും. അതെല്ലാം ബണ്ടിലിൽ നിന്ന് മാറ്റി നമുക്ക് ലൂസാക്കാം. 10 ലക്ഷത്തിന് ഡംബിൾ എടുത്തുകൊണ്ട് വരും. കൊണ്ടുപോകും. എല്ലാവരും വീടിന് മുമ്പിലുണ്ടല്ലോ. അതാണ് ഇതാണ് ഇത് പെണ്ണ്. നിങ്ങൾക്കറിയാം, എന്ന് വെച്ചാൽ ഓറഞ്ച് കളറ് പൂച്ചകൾ ഭൂരിഭാഗം 80% ആണുങ്ങളായിരിക്കും. റെയറാണ് പെൺപിള്ളേർ. എന്താ അമ്മ? അച്ഛനോടെ ചാക്ക് തപ്പാൻ പോയിരിക്കുക. അച്ഛൻ വേറെ വലിയ ജോലിയാണ് അച്ഛൻ ചെയ്യുന്നത്. ഇപ്പൊ പൈസ ഇടുന്നതല്ലേ, അതുകൊണ്ട് അച്ഛൻ അതല്ല അച്ഛൻ തപ്പിയിട്ടും ഇങ്ങനെ അച്ഛന് ചാക്ക് കിട്ടുന്നില്ല. എനിക്ക് പിന്നെ 50 ആയതുകൊണ്ട് അത്ര ഇതില്ല. ആ ദിവസം 500 വല്ലതൊക്കെ നല്ല നോട്ടം ഉണ്ടായിരുന്നു. വേണ്ട, നോട്ടം ഉണ്ടാക്കണം. ഇത്രയൊക്കെ നോട്ടം 50 ആയതുകൊണ്ട് ഇവര് എവിടെയെങ്കിലും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു ശ്രദ്ധ, ഒരു വലിയ ശ്രദ്ധയില്ല. എന്നാൽ കുറച്ച് പേര് ഇപ്പൊ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് 4 ലക്ഷം രൂപ ചോദിച്ചത് കൊടുത്തേക്കെടുത്ത്. 4 ലക്ഷം ഇച്ചിരി 10 രൂപ കുറവുണ്ട്. ചോദിച്ചവരോട് പറ, നീ ആദ്യം സ്വന്തം സ്ഥലത്ത് നിൽക്കട്ടാ. എൻ്റെ ഉള്ളതൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഉള്ളതല്ലേ കൊടുക്കാറുള്ളൂ. ഈ പൈസ എല്ലാം ഇതിനകത്തുനിന്ന് മാറ്റിയിട്ടില്ലേ, എന്താണ് ആ കെട്ടിന്ന് മാറ്റി ലൂസായിട്ട് ഇട്ടേക്കാനകത്ത്. ബോയ്സ് അപ്പോൾ ഇതെല്ലാം അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ബോയ്സ് അപ്പോൾ ഇതെല്ലാം ലൂസാക്കി എടുക്കുക. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റാക്ക് മാറ്റി ഞാൻ ലൂസാക്കി ചാക്കിലിടും. ഇത് കറക്റ്റായിട്ട് എണ്ണി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും വെച്ചാൽ? കറക്റ്റായിട്ട് എണ്ണിയാ എണ്ണണം. എണ്ണി എത്ര രൂപ കൊടുക്കണം? 5000 രൂപ? 25000 കൊടുക്കുക. 25000 സ്റ്റാക്കിന്ന് മാറ്റി ചാക്കിനകത്ത് കാണിച്ചിടാം. അച്ഛൻ പറയുന്നു ഇപ്പൊ പോകുന്നില്ലല്ലോ, നാളത്തേക്കല്ലേ മറ്റന്നാളത്തേക്ക്. അപ്പൊ ഇത് സ്റ്റാക്ക് മാറ്റാൻ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ തന്നെ ചാക്കിലിട്ടേക്ക്. ആരോ വിളിക്കുന്നു, പോയിട്ട് വരാം. ആരോ വിളിക്കുന്നു. അച്ഛാ ഒന്നിങ്ങോട്ട് വരാവാ. യഥാർത്ഥം ഇല്ല, ഈ സാധനം ഞാൻ ബാങ്കിൽ നിന്ന് മേടിച്ചപ്പോ എണ്ണയില്ലായിരുന്നു. അവര് കറക്റ്റ് 10 തന്നതൊന്ന് എണ്ണി നോക്കാവാ. ചേട്ടൻ്റെ അടുത്ത് എങ്ങനെ എണ്ണാൻ പറ്റും? അല്ല, അതിനകത്ത് ആ കെട്ടിനകത്ത് ഉണ്ടാന്ന് നോക്കണം. ആ കെട്ട് ഫുള്ള് എണ്ണി തീർക്കണം. ആ തന്ന കെട്ട് ഫുള്ള് കെട്ടാനല്ല, എണ്ണി തീർക്കാനാ പറഞ്ഞ. അങ്ങനെയല്ല എണ്ണേണ്ടത്. അത് ഓരോ സ്റ്റാക്കിനകത്തും 50,000 ഉണ്ടാന്ന് എണ്ണണം. അത് എണ്ണിയാലേ അറിയത്തുള്ളൂ. അച്ഛൻ എണ്ണി നോക്കിയേ. അച്ഛനൊന്ന് എല്ലാം എണ്ണിക്കൊന്ന്. എന്നാ അച്ഛൻ അതിനകത്ത് ഉണ്ടാന്ന് നോക്കിയേ. അല്ല, എല്ലാം പൊട്ടിക്കണം. എല്ലാം പൊട്ടിച്ചിട്ട് ഓരോ നേരത്തെ എണ്ണി നോക്കിയേ. അല്ല, ഓരോ നേരത്തെ എണ്ണി നോക്ക്. അല്ല, ഓരോ നേരം എണ്ണി നോക്കിയാ പോരെ. അല്ല, ഇപ്പൊ എണ്ണാതെ എന്താ? ഇപ്പൊ തുടങ്ങിയ ഒരു 4-5 മണിക്കൂർ തീരും. ബണ്ടര അറിയുന്ന ഒരു ബണ്ടിലൊന്നും എണ്ണണ്ട. വേണ്ട കുഴപ്പമില്ല, വിട്. കുഴപ്പമില്ല, വിട്ടേക്ക്. വേണ്ട. കൃത്യമായിട്ടുണ്ടോ? 1 കോടി കൊണ്ട് കൊടുത്താലും ഉണ്ടോന്ന് തോന്നുന്നു.
പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടുണ്ട്